പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങൾ വ്യാഖ്യാനിക്കുകയും വിചിന്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു. 13-ാം അധ്യായം മുതൽ മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന 2-ാം ഭാഗത്തിൻ്റെ വിശകലനങ്ങളിലേക്കാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവേശിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായത്തിൻ്റെ 31 വരെയുള്ള വചനഭാഗങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുക, കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന അന്ത്യപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള വചനഭാഗങ്ങളും, അതേ തുടർന്ന് 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലൂടെ അവൻ തൻ്റെ ജീവിതത്തെ കടത്തിവിടുന്ന അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുകയുമാണ് 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്നത്. ഈ 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്ക് 2 ഉപഭാഗങ്ങളുണ്ട്. അത് 18-19 അധ്യായങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ചുള്ള പ്രതിപാദനവും 20-ാം അധ്യായം കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രതിപാദനവുമാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വചനഭാഗങ്ങളെ നമുക്ക് ജനറലായി ആരംഭത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. 18-ാമത്തെ അധ്യായം യേശുവിനെ ബന്ധിക്കുന്ന വചനത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. സമാന്തര സുവിശേഷകന്മാർ കർത്താവിനെ ഗത്സമൻ തോട്ടത്തിലുള്ള പ്രാർത്ഥനയിലൂടെ രക്തം വിയർത്ത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശോ, തുടർന്ന് പടയാളികൾ വന്ന് യൂദാസ് ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് ഒറ്റിക്കൊടുത്തുകൊണ്ട് ചുംബിക്കുന്ന വചനഭാഗത്തോടുകൂടെ അവനെ ബന്ധനസ്ഥനാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ് കർത്താവിനെ ബന്ധിക്കുന്ന വചനഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 17-ാം അധ്യായം വരെയും പ്രഭാഷണങ്ങളാണെങ്കിൽ 18-ാം അധ്യായത്തിൽ പിന്നീട് യേശു കർത്താവ് പ്രഭാഷണങ്ങൾ നടത്തുന്നില്ല. മറിച്ച് അവൻ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പരിണിത ഫലമായി അവൻ പീഡാസഹനങ്ങളിലേക്കും കുരിശുമരണത്തിലേക്കും പ്രവേശിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ നറേറ്റീവ് സ്റ്റൈൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 12 വാക്യങ്ങൾ 18-ാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കുന്ന കാര്യം യേശു കർത്താവിനെ ബന്ധിക്കുന്ന വചനഭാഗമാണ്. അതിനുശേഷമുള്ള 13 മുതലുള്ള വാക്യങ്ങളിൽ ബന്ധനസ്ഥനായ കർത്താവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അന്നാസിൻ്റെ മുൻപിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന വചനഭാഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അന്നാസ് എന്ന മഹാപുരോഹിതൻ്റെ മുൻപിൽ കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തുന്നതും അതിനുശേഷം അന്നാസും കയ്യപ്പാസും ചേർന്ന് കർത്താവിനെ വിധിക്കുന്നതുമായ വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നു. തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, 17-18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന വചനഭാഗമാണ് നമ്മൾ കാണുന്നത്. പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറയുകയാണ്. തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായി അറിയപ്പെടുന്ന പത്രോസ് ശ്ലീഹ ഒരു പരിചാരികയുടെ മുമ്പിൽ പേടിച്ചരണ്ട് സ്വജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ കർത്താവിനെ തള്ളിപ്പറയുന്ന ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം വീണ്ടും മഹാപുരോഹിതൻ കർത്താവിനെ ചോദ്യം ചെയ്യുന്ന വചനഭാഗമാണ്
19 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ മഹാപുരോഹിതൻ കർത്താവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നീ ദൈവപുത്രനാണോ എന്നും നീ ദൈവദൂഷണം പറയുന്നു എന്നും കർത്താവിനെ ആവർത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുന്നത് 25 മുതൽ 27 വരെയുള്ള വചനത്തിൽ പത്രോസ് യേശുവിനെ വീണ്ടും 2ാം പ്രാവശ്യവും തള്ളിപ്പറയുന്ന വചനഭാഗമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ സിനിമ കാണുകയാണെങ്കിൽ സിനിമയ്ക്ക് ത്രൂ ഔട്ട് ഒരു സ്റ്റോറിയുണ്ട്, ഒരു കഥ പറയുന്നുണ്ട് സിനിമ. എന്നാൽ ആ കഥയ്ക്കകത്ത് തന്നെയും ഉപകഥകൾ കയറി വരാറുണ്ട്. അതല്ലെങ്കിൽ ഒരു നായകനും ഒരു നായികയും ഒരു വില്ലനും ഉണ്ടെങ്കിൽ ഒരു സിനിമ ഒരു പക്ഷെ തീർന്നു പോകാം. എന്നാൽ മറ്റു പല സ്വഭാവ നടന്മാരെയും നടിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 3 മണിക്കൂർ നേരം അല്ലെങ്കിൽ 2.5 മണിക്കൂർ നേരം അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിന് ഒരു ത്രെഡുള്ള ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെയും ഉപകഥകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. ഇപ്രകാരം ഒന്നിനു പുറകെ മറ്റൊന്നായി യേശു കർത്താവ് മഹാപുരോഹിതന് മുമ്പിൽ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നതും പത്രോസ് തള്ളിപ്പറയുന്നതും വീണ്ടും മഹാപുരോഹിതൻ കർത്താവിനെ ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതും അതിനുശേഷം വീണ്ടും കർത്താവിനെ പത്രോസ് തള്ളിപ്പറയുന്നതുമായി ഇടകലരുന്ന രീതിയിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാനായി സാധിക്കും. ആവർത്തന വിരസത ഉണ്ടാകാത്ത രീതിയിൽ. നമ്മൾ സാധാരണ പറയല്ലേ, ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ ലാഗടിച്ചിട്ട് കണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമ കൂടുതൽ സമയം നമ്മളെ ബോറടിപ്പിക്കുന്നു എന്നുള്ളതാണ് ചില പ്രേക്ഷകർ ചില സിനിമയെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. സ്റ്റോറി പുരോഗമിക്കുന്നില്ല, അല്ലെങ്കിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നില്ല, ആവർത്തന വിരസതയുണ്ടാകുന്നു, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നു. ഇപ്രകാരം നമ്മൾ വിലയിരുത്താറുണ്ട് സിനിമകളെ, നോവലുകളെ, കഥകളെ, പ്രഭാഷണങ്ങളെ, ക്ലാസ്സുകളെയൊക്കെ. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ 4-ാം സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ടെക്നിക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി ഇഴ ചേർത്തുകൊണ്ട് യോഹന്നാൻ്റെ ആഖ്യാന ശൈലി മുമ്പോട്ട് പോവുകയാണ്. 2ാം പ്രാവശ്യവും പത്രോസ് തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് പീലാത്തോസിൻ്റെ മുൻപിൽ കർത്താവിനെ കൊണ്ടുചെന്ന് നിർത്തുന്നത്. 28-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെ പീലാത്തോസിൻ്റെ മുൻപിൽ കർത്താവിനെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. ഇതിന് രാഷ്ട്രീയമായി ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ജീവിച്ച് വളർന്ന ബെത്ലഹേമും ഗലീലിയും അതുപോലെ തന്നെ ജെറുസലേമും ഉൾപ്പെടുന്ന പാലസ്തീന എന്ന് വിളിക്കപ്പെടുന്ന ആ പരിസര പ്രദേശങ്ങളൊക്കെയും റോമ സാമ്രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു. ഒരു കാലത്ത് നമ്മളൊക്കെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നതുപോലെ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയും ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയായിരുന്നു റോമിൻ്റെ കോളനിയായിരുന്ന പാലസ്തീനായുടെ ഈ ഭൂപ്രദേശങ്ങളൊക്കെയും. അതുകൊണ്ടാണ് പാലസ്തീനായിലായിരുന്നു എങ്കിലും റോമൻ ഭരണാധികാരിയുടെ മുൻപിലും കർത്താവിനെ കൊണ്ടുചെന്ന് നിർത്തി വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ചക്രവർത്തിയുടെ മുമ്പിലും ഗവർണറുടെ മുമ്പിലും ആവർത്തിച്ച് പലയാവർത്തി കർത്താവിനെ കൊണ്ടുപോയി നിർത്തി അവനെ വിചാരണയ്ക്ക് വിധേയനാക്കുന്നുണ്ട് എന്നത് ഈ വചനഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം 38-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങളിലാണ് കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ 18-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് വിചാരണ നടത്തുന്നതും അത് മഹാപുരോഹിതൻ്റെ മുൻപിലും അതിനുശേഷം ചക്രവർത്തിയുടെ മുൻപിലും കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് വിചാരണകൾ ഒന്നിനു പുറകെ ഒന്നായി പൂർത്തിയാക്കുന്നതും 2 തവണ പത്രോസ് യേശു കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നതുമായ വചനഭാഗത്തിൻ്റെ ഇടയിലാണ്
യൂദാസ് കർത്താവിനെ പടയാളികൾക്ക് കാണിച്ചു കൊടുക്കാനായി ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കുന്ന ഭാഗവും ചേർത്ത് വച്ചിരിക്കുന്നത്. ഇപ്രകാരമാണ് 18-ാം അധ്യായത്തിൻ്റെ ഘടനയെ നമ്മൾ വിശകലനം ചെയ്യുക. അതിനുശേഷം മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ 2-ാം അധ്യായമായ 19-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് നാം വെളിപ്പെടുത്തി തരുന്ന വചനഭാഗങ്ങളാണ്. 19-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവിനെ കുരിശുമരണത്തിന് വിധിച്ചതിന് ശേഷം അവനെ ക്രൂശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വചനഭാഗങ്ങൾ 1-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെയും നമ്മൾ കാണുന്നു. യേശു കർത്താവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയാണ് 19-ാമത്തെ അധ്യായത്തിൻ്റെ പ്രമേയമെന്ന് പറയുക. നമ്മളൊക്കെ 14 സ്ഥലങ്ങളുള്ള കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലുന്നവരല്ലേ? ഈ സ്ഥലങ്ങളിലൂടെ കർത്താവിനെ കൊണ്ടുപോകുന്ന ഭാഗമാണ് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അത്യുച്ചയിലെത്തിയിരിക്കുന്നു കർത്താവ്. കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് മുൾമുടി അണിഞ്ഞ് വേദനയോടുകൂടെ പടയാളികളാൽ പരിഹസിക്കപ്പെട്ടും അടിയേറ്റും കുരിശോടുകൂടെ 3 തവണ നിലത്തു വീണും കർത്താവ് മുൻപോട്ട് നീങ്ങുന്ന കുരിശിൻ്റെ വഴിയിലെ യാത്രയാണ് സഹോദരങ്ങളെ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 1 മുതൽ 27 വരെയുള്ള വചനഭാഗങ്ങളിൽ. അതിനുശേഷം 28 മുതലുള്ള വചനഭാഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണമാണ്. കാൽവരി കുരിശിൽ കർത്താവ് മരിക്കുന്ന ഭാഗത്തെ 28-ാമത്തെ വാക്യം മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്. പിന്നീട് 31-ാമത്തെ വാക്യം മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്ന വചനഭാഗമാണ്. വളരെ പ്രാധാന്യത്തോടെ യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുന്നതും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതും, രക്തം ജീവൻ്റെ അടയാളമായും വെള്ളം പരിശുദ്ധാത്മാവിലുള്ള സ്നാനമായും ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൽ കിടക്കുന്ന മരണമടഞ്ഞ കർത്താവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നതിലൂടെ അവൻ നമുക്ക് ജീവനും ആത്മാവും നൽകിയിരിക്കുന്നു. അങ്ങനെ ജീവാത്മാവിനെ സ്വന്തമാക്കിയവരാണ് ഞാനും നിങ്ങളുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് 38 മുതൽ 42 വരെയുള്ള വചനങ്ങൾ കർത്താവിനെ സംസ്കരിക്കുന്ന വചനഭാഗമാണ്. കർത്താവിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സെമിത്തേരിയിലാണോ കർത്താവിനെ സംസ്കരിച്ചത്? അല്ല, ഒരു ഗുഹയ്ക്കകത്താണ് കർത്താവിനെ സംസ്കരിച്ചത്. അന്നത്തെ സാംസ്കാരിക രീതി അനുസരിച്ച് മരിക്കുന്നവരെ ഗുഹയുടെ അകത്ത് അടയ്ക്കുകയും അതിൻ്റെ മുഖവാരം ഒരു കല്ലുകൊണ്ട് മൂടി വയ്ക്കുകയും ചെയ്യുന്ന പതിവാണ് യഹൂദന്മാരുടെ സംസ്കാര രീതിയുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിരിക്കുന്ന കാര്യം. അപ്രകാരം യേശു കർത്താവിനെയും അടക്കുന്ന ഭാഗമാണ് 19-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 18, 19 അധ്യായങ്ങൾ, 2 അധ്യായങ്ങളിൽ യേശു കർത്താവ് പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി മരിക്കുന്ന രംഗങ്ങളും അടക്കപ്പെടുന്ന രംഗവുമാണ് ഒരു നാടകത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നത് പോലെ, വാഗ്മയ ചിത്രം പോലെ 4-ാം സുവിശേഷകൻ വരച്ചു വച്ചിരിക്കുന്നത് എന്ന് ഈ വചനഭാഗങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം എന്ന് പറയുന്നത് 20-ാം അധ്യായമാണ്. 20-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് സഹോദരങ്ങളെ പറയപ്പെടുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ശൂന്യമായ കല്ലറയാണ്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ശൂന്യമായ കല്ലറ. അത് നമുക്ക് നൽകുന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്ന സന്ദേശം. അതുകൊണ്ട് 20-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ശൂന്യമായ കല്ലറയെക്കുറിച്ചും മഗ്ദലന മറിയം കർത്താവിനെയും തേടി അതിരാവിലെ കൊച്ചുവെളുപ്പാം കാലത്ത്
വെളിച്ചം വീശുന്നതിന് മുൻപ് തന്നെ അവൾ കല്ലറയിങ്കലേക്ക് പോയി കർത്താവിനെ നോക്കുന്നതാ. അതിനുശേഷം നമ്മൾ കാണുന്ന വചനഭാഗം 11 മുതൽ നമ്മൾ കാണുന്നു, യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ധാനം ചെയ്തതിനു ശേഷം ആദ്യമായി മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവളെ സാക്ഷിയാക്കി മാറ്റുന്ന വചനഭാഗം. കർത്താവിനെ കണ്ട അവൾ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടുന്ന വചനഭാഗമാണ്, താൻ കണ്ടതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ. അതിനുശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരിക. 19 മുതൽ ഉള്ള വചനഭാഗങ്ങൾ 23 വരെയാണ് നമ്മൾ കാണുന്നത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വചനഭാഗം. കഥകടച്ച്. എന്തിനാ അവർ കഥകടച്ചെന്നറിയാവോ? യഹൂദന്മാരെ ഭയന്നിട്ടാ, പേടിച്ചരണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ ഞങ്ങളെയും ഗുരുവിനെ കൊന്നതുപോലെ കൊന്നുകളയും. അതുകൊണ്ടാണ് പരിചാരികയായ സ്ത്രീ വന്ന് പത്രോസിനോട് ചോദിച്ചത്, നീയും അവനോടുകൂടെ ഉണ്ടായിരുന്നവനല്ലേ? അല്ല എന്ന് കള്ളം പറഞ്ഞു പത്രോസ്. കാരണം എന്താ? ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ആർക്കാ മരണഭയമില്ലാത്തത്? ജീവനിൽ കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇവിടെയും നമ്മൾ കാണുകയാണ്, യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയണം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഐ വിറ്റ്നസ് എന്ന് നമ്മൾ പറയും. ഉദ്ധിതനായ കർത്താവിനെ കണ്ട ശിഷ്യന്മാരാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. യോഹന്നാൻ ഉദ്ധിതനായ കർത്താവിനെ കണ്ടവനാണ്. എന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ല, മറിച്ച് നേരിട്ട് കൺമുമ്പിൽ യോഹന്നാൻ ഈശോയെ കണ്ടവനാ. അവൻ ഉയർത്തു എന്ന് തിരിച്ചറിഞ്ഞവനാ. അതിനുശേഷമാണ് അവരുടെ കൂടെ ഇല്ലാതിരുന്ന തോമാസ് ശ്ലീഹ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്. 24-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം അവസാനിക്കുന്നത് വരെയും തോമാസ് ശ്ലീഹായുടെ സംശയത്തെക്കുറിച്ചും, അതിനുശേഷം കർത്താവ് തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തോമാസ് ശ്ലീഹായ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ വചനഭാഗമാണ് സഹോദരങ്ങളെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ വായിക്കുന്നത്. ഇപ്രകാരം ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ മുഖം വെളിപ്പെടുത്തിയിട്ട് അവൻ കുരിശുമരണത്തിലൂടെ കടന്നുപോയി ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെയാണ് മഹത്വത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് 20-ാം അധ്യായത്തിൽ ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിച്ചിരിക്കാമെന്ന് ബൈബിൾ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഒരു കൺക്ലൂഷൻ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 വാക്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വചനം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ബൈബിള് കരുതിയിട്ടുള്ളവർ കൈകളിലെടുത്ത് നോക്കുക. യോഹന്നാൻ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരുപക്ഷെ അവസാനിച്ചു എന്ന് പറയാൻ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാരണം എന്ന് പറയുക, അതിൻ്റെ കൺക്ലൂഷൻ എന്നോണം യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളാണ്. കാരണം യോഹന്നാൻ പറയാണ്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങളും യേശു ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാം കൂടെ എഴുതിയാൽ ഈ ലോകത്തുള്ള കടലാസുകളൊന്നും പോരാതെ വരുമെന്നറിയാവുന്ന യോഹന്നാൻ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. പറയപ്പെടാത്ത അല്ലെങ്കിൽ എഴുതപ്പെടാത്ത മറ്റു പല കാര്യങ്ങളും യേശു കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എന്നാൽ ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും എഴുതപ്പെട്ടിരിക്കുന്നത് അവനെ കണ്ട് അറിഞ്ഞ ശിഷ്യന്മാരായ ഞാൻ അവനെ നിങ്ങൾക്ക് വേണ്ടി പകർന്നു നൽകാനും അതുവഴിയായി ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും
ആ വിശ്വാസം വഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മഹത്വത്തിൻ്റെ പുസ്തകമെന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയിലേക്കാണ്. അത് ആദ്യ ഭാഗത്ത് 13, 14, 15, 16, 17 അധ്യായങ്ങളിൽ അന്ത്യപ്രഭാഷണം നടത്തിയിട്ട് കർത്താവ് താൻ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിനു ശേഷം ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തൻ്റെ പ്രഭാഷണങ്ങൾ യോഹന്നാൻ ശ്ലീഹ അടുക്കും ചിട്ടയോടും കൂടെ അന്ത്യപ്രഭാഷണം എന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതുമായ വചനഭാഗങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ 18, 19 അധ്യായങ്ങളിൽ യേശു കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതും 20-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതും. ഇങ്ങനെയാണ് യോഹന്നാൻ്റെ മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന 2-ാം ഭാഗം 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള വചനഭാഗങ്ങൾ അവസാനിക്കുന്നത്. അതിനെ തുടർന്നാണ് 21-ാമത്തെ അധ്യായം ഒരുപക്ഷെ യോഹന്നാൻ എഴുതിയതാകാം, അല്ലായിരിക്കാം, എന്തുമാകട്ടെ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ അത് രണ്ടാമത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു അധ്യായമാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നിലവിലുണ്ട്. ചരിത്രപരമായി കാനോനികമായി കത്തോലിക്ക സഭയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിന് 21 അധ്യായങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ 21-ാമത്തെ അധ്യായത്തെ എപ്പിലോഗ് എന്ന പേരിൽ യോഹന്നാൻ്റെ കൺക്ലൂഷനായി 20-ാം അധ്യായം 30-31 വാക്യങ്ങൾക്ക് ശേഷം പൂർണ്ണാർത്ഥത്തിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വചനഭാഗമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നത് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ജീവിതത്തിൽ രക്ഷാകരമായ ദൗത്യം അവൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം യേശു കർത്താവിനെ ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് എന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയും യേശു കർത്താവ് പഠിപ്പിച്ചവനോ പ്രഭാഷണം നടത്തിയവനോ മാത്രമല്ല, അവൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയവനാണെന്നും സ്വന്തം ജീവിതത്തിലൂടെയാണ് അതവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നും ഈ വചനഭാഗങ്ങൾ സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും 1 മുതൽ 13 വരെയുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ 13 മുതലുള്ള അധ്യായങ്ങളിലൂടെ കർത്താവ് സ്വജീവിതത്തിൽ അനുഭവിക്കുന്നതിലൂടെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി നൽകുന്നു എന്നതാണ് ഈ അധ്യായങ്ങളുടെ മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഗാന്ധിജി പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതുപോലെ തന്നെയാണ് യേശു കർത്താവിൻ്റെ ജീവിതവും. അവൻ്റെ ജീവിതമാണ് അവൻ്റെ സന്ദേശം. അവൻ പഠിപ്പിക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, അതവൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ രക്ഷകനായിത്തീരുന്നത്, അവൻ ദൈവപുത്രനായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും അവനിൽ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. സഹോദരങ്ങളെ, ഇപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷം ആദ്യത്തെ 12 അധ്യായങ്ങളിലൂടെ യേശു കർത്താവ് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വിശദമാക്കിക്കൊണ്ട് 13 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൃത്യമായും ദൈവീകമായ കൃപാവരങ്ങളുടെ ഭാഗമായി അവൻ നമുക്ക് നൽകുന്ന അന്ത്യപ്രഭാഷണവും അതിനെ തുടർന്നുള്ള അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ മഹത്വീകരിക്കപ്പെട്ടവനാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്, 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്, കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നു, സ്ത്രീയെ,
എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. കർത്താവിൻ്റെ സമയം ആയത് എപ്പോഴാണ്? അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോഴാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദ അവർ എന്ന് വിളിക്കപ്പെടുന്നത്, കർത്താവിൻ്റെ സമയം എന്ന് പറയുന്നത് അവൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയമാണ് എന്നും അത് കാൽവരി കുരിശിലാണ് പൂർത്തിയായത് എന്നും കർത്താവ് മഹത്വീകരിക്കപ്പെട്ടത് കാൽവരിയിലെ കുരിശിലാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ ദൈവശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും മഹത്വീകരിക്കപ്പെട്ട കർത്താവിനെയാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ പൂർണ്ണമായി അറിയാനും അനുഭവിക്കാനും അവനിൽ വിശ്വസിക്കാനും അതുവഴിയായി ദൈവമക്കളായി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള വിളിയാണ് ജ്ഞാനസ്നാനത്തിലൂടെ, കത്തോലിക്ക വിശ്വാസത്തിലൂടെ ഞാനും നിങ്ങളും സ്വന്തമാക്കിയിരിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെടാതെ പോകാൻ, കരിന്തിരി കത്തുന്ന ദീപം പോലെയല്ല, നിറഞ്ഞു കത്തുന്ന ഒരു വിളക്കായി പ്രകാശമായി തീരാൻ കർത്താവിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.